നഈം എന്നുമാണ്. ആ രണ്ട് പേരുകൾക്ക് നടുവിലായിട്ട് തൻഈം എന്നുള്ള പേരാണ് ഇവിടെ ഉള്ളത്. ഈ പള്ളിക്ക് മസ്ജിദ് തൻഈം എന്നും മസ്ജിദുൽ ആയിഷ എന്നും പേരുണ്ട്. ഈ രണ്ട് പേരും വരാനുള്ള കാരണം നഈം എന്ന ഈ മലയുടെ പേരും നഈം എന്ന് ആ മലയുടെ പേരും ആയപ്പം നടുവിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് തൻഈം എന്ന് പേര് വന്നു. പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇന്നലെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്, ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഹാബാക്കളോടൊപ്പം ആയിഷ ബീവി മഹദിയോടടക്കം മക്കയിൽ വന്നു. ഹജ്ജ് ഉംറ നിർവഹിച്ചു, ഹജ്ജ് നിർവഹിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആയിഷ ബീവിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാവർക്കും 2 കൂലിയും എനിക്ക് 1 കൂലിയും മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഉംറ നിർവഹിക്കാൻ എന്തായിട്ടില്ലല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ഉംറയും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞു. എനിക്ക് ഹജ്ജ് മാത്രമേ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഉംറ നിർവഹിക്കാൻ എന്തായിട്ടില്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കൊരു കൂലി മാത്രമല്ല ഈ യാത്രയിൽ ഉണ്ടാവും, എല്ലാവർക്കും 2 കൂലി ഉണ്ടല്ലോ. ആ പറഞ്ഞ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഔഫ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൽപ്പിച്ചു, ഓ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബ്ദുറഹ്മാനെ, നിങ്ങൾ എന്താകണം, ആയിഷ ബീവിയെയും കൂട്ടി എവിടെ പോകണം? തൻഈമിൽ പോകണം. എന്നിട്ട് അവിടെ വെച്ച് എന്താക്കണം, ഇഹ്റാം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മക്കയിൽ വന്ന് എന്താക്കണം, ഉംറ നിർവഹിക്കണം. അതാണ് മക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള തൻഈമായിട്ട് ആയിഷ പള്ളി മാറാനുള്ള കാരണം.